ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ഗ്രാൻഡ് ബി LP സ്കൂളിൽ വെച്ച് നടന്നു. ഇതോടൊപ്പം ഇൻഫാമിന്റെ ആഭിമുഖ്യത്തിൽ അംഗൻവാടി പരിസരം വൃത്തിയാക്കുകയും വൃക്ഷത്തൈ നടീലും വിതരണവും നടന്നു. ഇത്തവണ സോഷ്യൽ ഫോറസ്റ്റ് തൈകൾ എത്തിച്ചില്ല. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യത്തോടുകൂടി പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ചെറുക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് ലോകമെമ്പാടും പരിസ്ഥിതി ദിന ആചരണം നടത്തുന്നത്. സൗത്ത് കൊറിയ ആണ് പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ഗ്രാൻഡ് ബി LP സ്കൂളിൽ വെച്ചാണ് നടന്നത്. ഫലവൃക്ഷ തൈകൾ സ്കൂൾ ക്യാമ്പസുകളിൽ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരിക എന്ന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35,000 രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് മെമ്പർ ദേവി ഈശ്വരൻ അധ്യക്ഷയായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ M. സുരേഷ് സ്വാഗതം ആശംസിച്ചു. അധ്യാപിക ടീന പരിസ്ഥിതി ദിന വിശദീകരണം നടത്തി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശ്രീരാമൻ സന്ദേശം നൽകുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. மற்றும் NRG தொழிலாளிகள் மற்றும் ஜிக்கோ அடக்கம் நம்ம இந்த பழத்தை எல்லா இடத்துலையும் இப்படி நட்டி கொஞ்சம் இதாகிட்டு வரணும்னு சொல்லி ஒரு இது ஏம்னா இப்படி தைகள்லாம் வைக்கும்போது நமக்கு நல்ல சுத்தமான காற்று கிடைக்கும்போது ஒரு நோய்கள் எல்லாம் குறையெல்லாம் இருக்குது. அது மாத்திரம் இல்லை, பிளாஸ்டிக் இல்லாமல் ஆக்கணும். அப்படிங்கிறதுக்கு வேண்டி இந்த தை நம்ம எல்லா இடங்கள்லையும் எல்லா ஸ்கூல்லையும் இன்றைக்கி நம்ம இது பண்ணிக்கிட்டு இருக்கோம். அந்த வண்டிப்பெரியார் பஞ்சாயத்து வந்து முதல்ல நம்ம இந்த கிராம்பி ஸ்கூலில் நம்ம இன்னைக்கு தொடங்குறோம். அந்த உங்களோட അനുമതിയോടെ இந்த தை வைக்கிறதுக்கு எல்லாரையும் അനുമതിച്ചു. യോഗത്തിൽ സ്കൂൾ അധ്യാപകർ, PTA അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് NREG അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് സ്കൂളിന്റെ ഒരു ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെ നടുകയും ചെയ്തു. ഇതോടൊപ്പം സ്കൂൾ കുട്ടികളും അവരുടെ വീടുകളിൽ നിന്നും വൃക്ഷത്തൈകൾ കൊണ്ടുവരികയും ഇത് സ്കൂൾ പരിസരത്ത് നട്ട് ദിനാചരണ ചടങ്ങിൽ പങ്കാളികളാവുകയും ചെയ്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇൻഫോം വാളാടി ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പടി അംഗൻവാടി പരിസരം വൃത്തിയാക്കുകയും വൃക്ഷത്തൈ നടുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസിഡന്റ് മാർട്ടിൻ കൊച്ചുപരിക്കൽ, മകള സമാജം സെക്രട്ടറി ബീന ബോബൻ, പ്രസിഡന്റ് റോസ്മി ടോമി, കാഞ്ഞിരപ്പള്ളി കർഷക ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ബോബൻ ജോസ് എന്നിവർ പങ്കെടുത്തു. എല്ലാ വർഷവും സോഷ്യൽ ഫോറസ്റ്റ് ആണ് സ്കൂളുകളിലും വിവിധ സ്ഥാപനങ്ങളിലും ഇതോടൊപ്പം സംഘടനകൾക്കും വൃക്ഷത്തൈ വിതരണം നടത്തുകയും പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ സോഷ്യൽ ഫോറസ്റ്റ് തൈകൾ വിതരണം നൽകാത്തത് കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ സ്വന്തമായി പണം മുടക്കിയാണ് തൈകൾ വാങ്ങി പരിസ്ഥിതി ദിനാചരണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.